ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസിന്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഗോസ്പൽ ഓഫ് മാത്യു, 9-ാമത്തെ സെഷൻ, 6-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സസ് 1 to 8. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ടിന്റെ ഒരു ഭാഗം, അതായത് 5 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണല്ലോ ഗിരിപ്രഭാഷണം. അതിൻ്റെ 6-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ യേശു കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഡിസിപ്ലിൻസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്, രഹസ്യസ്ഥല ശിക്ഷണങ്ങൾ. 3 കാര്യങ്ങളാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ലളിതമായ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷം നറേഷനാണ്, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളാണ്. ഇതിനകത്ത് മനസ്സിലാക്കാൻ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദൈവമക്കളാണെങ്കിൽ, ലോകക്കാർക്ക് അതൊരു മർമ്മമായിട്ടിരിക്കും, പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ അത് പ്രാവർത്തികമാകണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കാര്യം, അത് മനസ്സിലാക്കാനൊന്നും പ്രയാസമൊന്നുമില്ല, പക്ഷെ അത് ചെയ്തെടുക്കാനാണ് പ്രയാസം. എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ഡിസിപ്ലിൻസും മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു കഥ പറയുന്ന പോലെ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപാട് നമുക്ക് ആവശ്യമാണ് എന്ന് ഒന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു തലക്കെട്ടത് സീക്രട്ട് പ്ലേസ്, രഹസ്യ സ്ഥലം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ സ്ഥലം എത്ര വലുതാണെന്ന് യേശു കർത്താവ് ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുന്നതിന് മുമ്പ്, കഴിഞ്ഞ ആഴ്ച കൂടാൻ പറ്റിയല്ലോ, ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ശബ്ദത്തിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വെല്ലൂരിലേക്ക് യാത്രയായിരുന്നു. അവിടെ ചെല്ലുവാൻ ദൈവം കൃപ തന്നു, ശുശ്രൂഷിക്കാൻ ദൈവം കൃപ തന്നു. ഞങ്ങളുടെ ഈ വർഷത്തെ, അതായത് 2025 ലാസ്റ്റ് കോൺസെർട്ടാണ്. എനിക്ക് മീറ്റിംഗ് ഒരുപാടുണ്ട്, പക്ഷേങ്കിൽ കോൺസെർട്ട് വൈസ് ഇറ്റ് വാസ് വൺ ഓഫ് അവർ ലാസ്റ്റ് വൺസ്. എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വർഗം ഇറങ്ങി വന്ന അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അവിടെ വന്നവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ദൈവം എന്തോ പ്രത്യേകത ആയിട്ട് ചെയ്തു. സ്ഥലം പോരാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന സൈസാണ് ഈ സ്കഡർ ഓഡിറ്റോറിയം. ഒരാൾക്ക് പോലും ഈ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ അവർ ഓവർഫ്ലോ വെച്ച് പുറത്തെ ഓവർഫ്ലോ ചെയ്തു. പിന്നെ ആളുകൾ വാതുക്കലൊക്കെ നിന്നാണ് പിന്നെ ഇത് മുഴുവൻ അനുഭവിക്കാൻ പറ്റിയത്. ഗോസ്പല് ശക്തമായി ഷെയർ ചെയ്യാൻ ദൈവം കൃപ തന്നു. 100 കണക്കിന്, വിത്തൗട്ട് എക്സാജറേഷൻ, ഐ വോണ്ട് ടു ഗിവ് ദ നമ്പർ, പക്ഷേ ഹൺഡ്രഡ്സ് ഓഫ് യങ് പീപ്പിൾ കമ്മിറ്റഡ് ദ ലൈഫ് ടു ക്രൈസ്റ്റ്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇതൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുക കേട്ടോ. പറയുന്നതിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരുപാട് ബലഹീനതയുണ്ട്, അല്ലേ, ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. എൻ്റെ ത്രോട്ടിൻ്റെ ഇഷ്യൂ, അതിനിപ്പം ഡോക്ടർമാർ സർജറി ചെയ്യണമെന്ന് പറയുന്നു. ഇൻ ദ നെക്സ്റ്റ് 2 to 3 months, എപ്പോഴാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നൊരു കാര്യം, ദ ഗ്രേറ്റർ ദ ബാറ്റിൽ, ദ ബിഗർ ദ ബ്രേക്ക് ത്രൂ. ദ ഗ്രേറ്റർ ദ ബാറ്റിൽ, ദ ബിഗർ ദ ബ്രേക്ക് ത്രൂ. ഈ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് ഇസ് നോട്ട് ഈസി. ഇതെല്ലാം നമുക്കങ്ങ് എളുപ്പം കാര്യങ്ങൾ അങ്ങനൊന്നും കിട്ടുന്ന കാര്യമല്ല ഇത്. അതിനകത്ത് ഒരുപാട് പുഷ് ബാക്സ് ഉണ്ട്, ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ എന്താ പറയണ്ടേ, തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, വരും. എന്നാൽ അത് വരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, അതിലൂടെ ദൈവപ്രവൃത്തി അതിനെക്കാട്ടിലും വലുതായിരിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തോണം. കാരണം പലപ്പോഴും ആ ദൈവപ്രവൃത്തി കാണാൻ തക്ക വിധത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ക്ഷമയില്ല. അപ്പോഴത്തേക്ക് നമ്മൾ എന്നാൽ പിന്നെ വേണ്ട എന്ന് വെച്ച് നടുവിൽ ഇട്ടേച്ച് പോകുന്നൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ദൈവം ഞങ്ങൾക്കത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ മെഡിക്കൽ സ്റ്റുഡൻസും മെഡിക്കൽ ഡോക്ടേഴ്സും ഇത് മുഴുവൻ അവരുടെ കോളേജസിലേക്ക് നോർത്ത് ഇന്ത്യ മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്നവരാണ് ഇവരെല്ലാം. പല സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഇതിനൊന്നും പോയി പറ്റത്തില്ല. നമുക്കതിനുള്ള ആളില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല, അതിനുള്ള ടൈമില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് വിഷയമാണ്. ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കണം.
ഇന്ത്യ ഈസ് എ യങ് നേഷൻ, ഇറ്റ് ഈസ് ദ യങ്ങസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്. ഒരുപാട് യൂത്ത് മിനിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്ന് അതിലേക്ക് ഇറങ്ങി വരുവാൻ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കാരണം വേലക്കാർ കുറവാകുമ്പോൾ ദൈവജനം ചെയ്യേണ്ടത്, യേശു കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കണം അല്ലേ? യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാതെ അതിനകത്ത് നമുക്ക് വേറെ ഗിമിക്സ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം. യൂത്ത് ഫോർമേഷൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അടുത്ത ആഴ്ച വീണ്ടും മലേഷ്യക്ക് പോകും. നെക്സ്റ്റ് വീക്കെൻഡും കാണത്തില്ല, പിന്നെയും ക്ഷമ ചോദിക്കുന്നു. നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ മലേഷ്യയിൽ ഞാനും സാറായി ഒരു യൂത്ത് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ പോവാം. വേറെ വഴിയൊന്നുമില്ല, കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തത്, അതുകൊണ്ട് വി ഹാവ് ടു ഗോ. പോയിട്ട് ഞങ്ങൾ വരും. നിങ്ങൾ അതിനുവേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് യൂത്ത് എൻഡവേഴ്സിൽ നമുക്ക് അവസരങ്ങൾ ദൈവം തുറന്നു തരുന്നുണ്ട്. പക്ഷെങ്കിൽ വിടാൻ ആളില്ല എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് പോകാൻ പറ്റുന്നില്ല, എന്നാൽ ഞാൻ ഒരാളെ വിടാമെന്ന് പറയുമ്പോൾ വിടാൻ നമുക്ക് ആളില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഉള്ള പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആട്ടെ, സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് ആർ നോട്ട് ടു ബി ലീഗലിസ്റ്റിക്. ഇതൊരു നിയമവാദത്തിന്റെ പേരിൽ പോകേണ്ട ഒരു കാര്യമല്ല. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും പറയും, നമ്മൾ കൃപയുടെ കീഴിലുള്ളവരാണല്ലോ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പഠിപ്പിക്കാം, ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച്. പക്ഷെങ്കിൽ പലപ്പോഴും കൃപയിലുള്ള നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, വി ആർ ഇൻ ദ ഗ്രേസ് ഇറ അല്ലെ, കൃപായുഗത്തിലുള്ളവരാണെന്നാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ല. ശരിയാണ്, ദൈവസന്നിധിയിൽ നമുക്ക് ഒറ്റ ഒരു വ്യവസ്ഥയുള്ളൂ, അത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് മാത്രമാണ് നാം രക്ഷയിലേക്ക് വന്നിരിക്കുന്നത്. വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് അലോൺ. അതിൻ്റെ കൂടെ ചേർക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഈ കൃപകൾ അനുഭവിച്ച ആളുകൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ചില ശിക്ഷണങ്ങളുണ്ട്, ചില ഡിസിപ്ലിൻസ് ഉണ്ട്. അത് മിസ്ഔട്ടായി പോകുന്നത് കൊണ്ടാണ് പല ദൈവമക്കളും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആത്മീയമായി വളരാത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ആർ എനി ലെസ് റൈച്ചസ് ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണരാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ട്, കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകിയത് കൊണ്ട് വി സ്റ്റാൻഡ് കംപ്ലീറ്റ് ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ നാം പൂർണ്ണരായിട്ട് നിൽക്കുന്നു. എന്നാൽ ആ ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ ഈ ഡിസിപ്ലിൻസ് ആവശ്യമാണ്. അപ്പോൾ ഡിസൈപ്പിൾ ഷുഡ് ബി ഡിസിപ്ലിൻഡ്. അത് വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പം 3 ശിക്ഷണങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്, രഹസ്യ സ്ഥലങ്ങളിലെ ശിക്ഷണങ്ങൾ 3. ഒന്ന്, നമ്മുടെ ഗിവിങ്, ഹൗ വി നീഡ് ടു ഗിവ്. 2, ഹൗ വി നീഡ് ടു പ്രേ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ. 3, ഹൗ വി നീഡ് ടു ഫാസ്റ്റ്, എങ്ങനെ ഉപവസിക്കണം. എൻ്റെ രഹസ്യ സ്ഥലത്തെ 3 ശിക്ഷണങ്ങളാണിത്. ഇത് 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ഹൗ ടു ഗിവ്, ഹൗ ടു പ്രേ ആൻഡ് ഹൗ ടു ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ ശിക്ഷണങ്ങൾ. ആട്ടെ, അത് ഈ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാം. അതൊന്നും കൂടുതലായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേറൊരു സമയം കിട്ടട്ടെ നമുക്ക് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. യേശു കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുക്കുകയും, നിങ്ങൾ പ്രാർത്ഥിക്കുകയും, നിങ്ങൾ ഉപവസിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇഫ് യു പ്രേ എന്നല്ല പറയുന്നത് അല്ലേ? നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ എന്നല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടവരാണ്, ഉപവസിക്കേണ്ടവരാണ്, കൊടുക്കേണ്ടവരാണ്. ഇത് മാൻഡറ്റോറി ആണ്, ഇത് ഓപ്ഷണൽ അല്ല എന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കും. യു സീ ദിസ് കോമൺ തീം. ഈ 3 കാര്യത്തിലും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വെൻ യു എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്തേ ഒക്കൂ, ചെയ്തേ മതിയാവൂ. ഇതിനകത്ത് വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. 2, യേശു കർത്താവ് 3 കാര്യത്തിലും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് രഹസ്യമായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല, നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യണം എന്ന് പറയുന്നു. 3ാമത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ചെയ്യുന്നവനെല്ലാം പ്രതിഫലമുണ്ട്, എൻ്റെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോൾ 1, ഈ ശിക്ഷണങ്ങൾ നാം ചെയ്തേ മതിയാവൂ. 2, ചെയ്യുമ്പോൾ നാം രഹസ്യത്തിൽ ചെയ്യണം. 3, ചെയ്യുന്നവർക്കെല്ലാം തക്കതായ പ്രതിഫലം ഉയരത്തിൽ ഉണ്ട്. ദിസ് ഈസ് കോമൺ ടു ഓൾ 3 ഡിസിപ്ലിൻസ് ഓഫ് ഗിവിങ്, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കോമൺ തീം വെച്ചുകൊണ്ട്, ഇനി വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് കേട്ടോ. ഈ 3 കോമൺ തീം വെച്ച് കഴിയുമ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഇത് ചെയ്തേ മതിയാകൂ, ഇത് രഹസ്യത്തിലാണ് ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ, ചെയ്ത് കഴിയുമ്പോൾ പിതാവ് നമുക്ക് പ്രതിഫലം തരും. ആട്ടെ, നമുക്ക് തുടങ്ങാം. 1, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ.
അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഒന്ന്. അപ്പോൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്നത് നിങ്ങളുടെ നല്ല പ്രവർത്തികൾ, അതായത് നിങ്ങളുടെ നീതിയെ, യുവർ റൈച്ചസ്നെസ്, യുവർ റൈച്ചസ് ആക്ട്സ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രവണതയാണ് ആളുകൾ ഇതൊന്ന് അപ്രൂവ് ചെയ്യണമെന്ന്. എനിക്കും നിങ്ങൾക്കും ഉള്ള പ്രവണതയാണ്. ഇത് നാച്ചുറലാണ്. കാരണം നമ്മുടെ ജഡത്തിന് അത് ഇഷ്ടമാണ്. നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ആ ഫ്ലഷ് ഇസ് ലൈക്ക് ദാറ്റ്. നമ്മുടെ നേച്ചർ അങ്ങനെയാണ്. അത് അങ്ങനെ അല്ലെന്ന് ആരും പറയണ്ട, അങ്ങനെയാണ്. അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ അവിടെ ഒരു ഡേഞ്ചർ ഉണ്ട്. നിങ്ങളത് ചെയ്തോ, പക്ഷെ പിന്നെ പിതാവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലമൊന്നും കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. അപ്പൊ യു ഡിസൈഡ് വേർ യു വോണ്ട് ദ റിവാർഡ് ഫ്രം. നിങ്ങൾക്ക് മനുഷ്യരുടെ കയ്യിൽ നിന്ന് വേണോ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വേണോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഞാൻ സംസാരിക്കുന്നതെല്ലാം വിശ്വാസികളോടാണല്ലോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരേ കാര്യമുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ആംബിഷൻസ്, രണ്ട് കാര്യത്തിൽ നമുക്ക് രണ്ട് ബക്കറ്റിലിടാം. ഒന്ന് മനുഷ്യരുടെ അപ്രൂവൽ, രണ്ട് ദൈവത്തിൻ്റെ അപ്രൂവൽ. മനുഷ്യരുടെ അപ്രൂവലിനകത്ത് നമ്മളും ഉണ്ട് കേട്ടോ, നമ്മുടെ സ്വന്തം അപ്രൂവലും, സെൽഫ് അപ്രൂവൽ എന്ന് പറയും. ഈ ഒരു രണ്ട് ബക്കറ്റിലേ ഉള്ളൂ. എപ്പോഴും ഓർത്തോണം, ആൻഡ് വി കനോട്ട് ഹാവ് ബോത്ത്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ബോത്ത്. ഞാൻ പറയും, ചില മേഖലകൾ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയാം. ദർ മൈറ്റ് ബി സം ഓവർലാപ്സ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെങ്കിൽ ഇതിൽ രണ്ടും കൂടെ വരണമെന്ന് വിചാരിച്ചാൽ ഇച്ചിരി പ്രയാസമാണ്. ദൈവത്തെ മാനിക്കാൻ നാം തീരുമാനിച്ചില്ലേ. മനസ്സിലായി? അപ്പൊ ഇതിനകത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഗുഡ് ഡീഡ്. നല്ല പ്രവൃത്തികൾ എന്നുള്ളതല്ല. ആ നല്ല പ്രവൃത്തി കാരണം ഒരുപാട് പേര് ബെനിഫിറ്റ് ചെയ്യുമായിരിക്കാം, ആൻഡ് ഗോഡ് വിൽ യൂസ് ഇറ്റ്. പക്ഷെങ്കിൽ ദൈവത്തിന് വിശ്വാസികളെ കുറിച്ച് അതിൻ്റെ പിറകിലുള്ള അവരുടെ മോട്ടീവ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ദൈവവേലയോട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഞാൻ പ്രസംഗിക്കുക, ഭയങ്കര പ്രസംഗം. മുമ്പേ പറഞ്ഞ പോലെ 100 കണക്കിന് യൗവനക്കാർ രക്ഷയിലേക്ക് വന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓ ഫാന്റാസ്റ്റിക്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാനും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഫാന്റാസ്റ്റിക്, ഓ ഗുഡ്. കർത്താവിങ്കിലേക്ക് വന്നു എന്നുള്ളത് സത്യം, കർത്താവ് നമ്മളെ ഉപയോഗിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ കർത്താവിന്റെ അപ്രൂവൽ വരണമെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ ശുദ്ധി ദൈവം നോക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഗോഡ് വിൽ ലുക്ക് അറ്റ് മൈ മോട്ടീവ്. ആ മോട്ടീവ് ശരിയല്ലെങ്കിൽ, രക്ഷയിലേക്ക് വന്നത് ഗുഡ്, ആളുകൾ വന്നത് സന്തോഷം, അവര് ദൈവരാജ്യത്തിലേക്ക് വന്നതൊക്കെ നല്ല സന്തോഷം. പക്ഷെ എനിക്ക് സ്വർഗത്തിന്റെ അപ്രൂവൽ കിട്ടത്തില്ല. ഇതാണ് വിശ്വാസികൾ എന്നും. ഇത് ഭയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അതിനെ ഫിയറിലേക്ക് നയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. കാരണം പലപ്പോഴും, പ്രത്യേകിച്ച് എന്നെ പോലെ പബ്ലിക് മിനിസ്ട്രിയിലുള്ളവർ അറിയാതെ ചിന്തിച്ചു പോവും, ഓ റിസൾട്ട്സ് വിൽ ഡിസൈഡ് ഗോഡ്സ് അപ്രൂവൽ. അങ്ങനല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായ? ഈ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്ത് ദൈവത്തിന്റെ സമ്മതി ഉണ്ട് എന്നൊരിക്കലും ചിന്തിക്കരുത്. എൻ്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൈവം വിലയിരുത്തും. തൂക്കി നോക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ ചെയ്തത്, കർത്താവിന് വേണ്ടിയാണോ ചെയ്തത്, സ്വർഗത്തിന്റെ കയ്യടിക്ക് വേണ്ടിയാണോ ചെയ്തത്? ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ പബ്ലിക് മിനിസ്ട്രിയിലുള്ളവർക്ക് വളരെ പെട്ടെന്നാണ് ഞങ്ങളുടെ ബാലൻസ് തെറ്റുന്നത്, വളരെ പെട്ടെന്ന്. കാരണം നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് വിളിച്ചവർ നാണം കെടരുത്, നമ്മളെ വിളിച്ചതല്ലേ, പ്രോഗ്രാം നന്നായിട്ട് പോകണം, ഇറ്റ് ഷുഡ് ബി എ ഗുഡ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫ്ലഷ്ലി ഡിസയേഴ്സിൻ്റെ പിറകിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്ര നല്ല റിസൾട്ട് ആണെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൈവം നോക്കും. ദൈവം തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി നാം കാണരുത്. അതാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തു, ഓക്കെ, ഫ്ലഡിന്റെ സമയത്ത് ഞങ്ങൾ 15 വീട് വെച്ച് കൊടുത്തു, ഫാന്റാസ്റ്റിക്, പ്രൈസ് ഗോഡ്. പക്ഷെ എന്തുകൊണ്ടാണ് വീട് വെച്ച് കൊടുത്തത്? അതൊന്ന് ചിന്തിക്കണം. കാരണം അത് പോയാൽ മനുഷ്യരുടെ മുമ്പിൽ കയ്യടി കിട്ടി, പക്ഷെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ കയ്യടി കിട്ടുന്നില്ല. അതുകൊണ്ട് വാട്ട് ഈസ് ദ റോങ് കൈൻഡ് ഓഫ് ഗിവിങ്? നമ്മൾ കൊടുക്കലിനെ കുറിച്ചാണല്ലോ. വാട്ട് ഈസ് ദ തെറ്റായ വിധത്തിൽ കൊടുക്കാം. എങ്ങനെയാ? ഒന്ന്, എല്ലാവരും കാണുക. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ ഈ ബ്ലോയിങ് ദ ട്രംപറ്റ് എന്ന് പറയും. അതായത് ഡോണ്ട് ഡു ഇറ്റ് സോ ദാറ്റ് പീപ്പിൾ വിൽ സീ. അങ്ങനെ കൊടുക്കരുത്. കപടഭക്തിക്കാരെന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല നടന്മാരെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? ഹൈപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യു ആർ ഗുഡ് അറ്റ് ആക്ടിങ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇതൊരിക്കലും ചെയ്യരുത്. കാരണം എന്നാ? അവർക്ക് അവരുടെ പ്രതിഫലം കിട്ടിപ്പോയി.
ഈ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഇലസ്ട്രേഷൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തുറന്ന പുസ്തകമായി മാറുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളോട് ഇച്ചിരി വിപരീതമായ ഒരു കാര്യം വരുന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പറയരുത്. അപ്പോൾ എൻ്റെ നേച്ചറ് ഞങ്ങൾ വി ഡിഡ് നോട്ട് ഗ്രോ ഇൻ അബണ്ടൻസ്. മനസ്സിലായി, ഞങ്ങൾ ഒരു മിഷണറി കുടുംബത്തിൽ വളർന്നുകൊണ്ട് വി ഹാഡ് അവർ ഓൺ. അപ്പോൾ എനിക്ക് ഈ ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പറയാൻ പാടില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, എന്നാലും നിങ്ങൾ ഒരു ഇലസ്ട്രേഷന് വേണ്ടി ഞാൻ പറയാം. അപ്പോൾ എനിക്ക് കാണുന്നവർ ആര് വന്നാലും നമുക്ക് കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. കർത്താവ് നമുക്ക് അതിനുള്ള ഇത് സ്വാതന്ത്ര്യം തന്നപ്പോൾ കൊടുക്കാൻ ഭയങ്കര താല്പര്യം. ഉദാഹരണം പറയാം. അപ്പം ഞാൻ സാറായെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു നേച്ചറുണ്ട്, ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ സാറായെ കെട്ടിക്കഴിയുമ്പോൾ അപ്പം ഈ ബാംഗ്ലൂരിൽ റോഡിൽ കൂടെ വരുന്ന ട്രാഫിക് ലൈറ്റ് വരുന്നവരെല്ലാം ഞാൻ അങ്ങ് കൊടുക്കും. പക്ഷെ ഞാൻ പിന്നെ മനസ്സിലാക്കി ഇത് വലിയ റാക്കറ്റാണ്. ഇതൊരു എന്താ പറയുന്നത്, അവിടെ വരുന്ന ആളുകൾ ഇറ്റ്സ് എ ബിഗ് റാക്കറ്റ്. അതുകൊണ്ട് കൊടുക്കരുതെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ പണ്ട് എന്നോട് പറയും, ഐ ഡോണ്ട് നോ വാട്ട് ദ സിറ്റുവേഷൻ, അവരുടെ കാര്യം എനിക്കറിയത്തില്ല, ദൈവം നോക്കിക്കോട്ടെ, ബട്ട് ഐ ഹാവ് ടു ഗിവ്. ഇതായിരുന്നു എൻ്റെ മോഡ് കേട്ടോ. ഞാൻ സാറായെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറായെ കൊണ്ട് ബാംഗ്ലൂരിൽ പോകും. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്തിരിപ്പുണ്ട്, പെട്ടെന്ന് വിൻഡോയെ വന്ന് മുട്ടി. അപ്പോൾ എൻ്റെ തീരുമാനം എന്നാ, ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ സാറായ ഇപ്പം ഞാൻ പുതുതായിട്ട് കെട്ടി വന്ന അപ്പോൾ എനിക്ക് ഇമ്പ്രസ് ചെയ്യണം. ഏതാ, ഞാൻ ഭയങ്കര ദാനശീലനാണെന്നുള്ള കാര്യം ഭാര്യ അറിയണമല്ലോ, കെട്ടി അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ തീരുമാനിച്ചു കൊടുക്കത്തില്ല. പക്ഷെങ്കിൽ ഭാര്യ എന്തോർക്കും, അയ്യോ ഞാനൊരു കഞ്ചൂസിനെയാണല്ലോ കെട്ടിയെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു നോട്ട് എടുത്തങ്ങ് കൊടുത്തു. പ്രിയമുള്ളവരെ, ഉള്ള കാര്യം പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മുമ്പിൽ ആ കൊടുപ്പൽ ക്യാൻസൽ. ആ കൊടുപ്പലിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഇലസ്ട്രേഷൻ ഞാൻ പറയുന്നുള്ളൂ. വേറൊരു ഉദാഹരണം കൂടെ പറയാം. എല്ലാം എൻ്റെ എക്സാമ്പിൾ അങ്ങ് പറയാം, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരിക്കലേ ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കല് ഞാൻ പുറം വെളി പ്രസംഗിക്കാൻ പോവാ. അപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ സാധാരണ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ലോക്കൽ കറൻസി എടുക്കും കേട്ടോ. ലോക്കൽ കറൻസി എടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയത് പ്രസംഗിക്കാനാണ് പോയത്. അപ്പോൾ എൻ്റെ ജോലിയില്ല. സാധാരണ ഞാൻ ജോലിയും പ്രസംഗവും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പോകും. അപ്പോൾ ഈ പ്രാവശ്യം ജോലിയില്ലായിരുന്നു. ഐ ഹാഡ് ടു ജസ്റ്റ് ഗോ ആൻഡ് പ്രീച്ച്. അപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പം അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്യും. എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ച് ഞാനിരുന്നു. ഇത് എടുക്കാൻ വിട്ടുപോയിട്ട് നേരെ ചെന്ന് ഞാൻ മീറ്റിങ്ങിലോട്ടാണ് കയറിയത് കേട്ടോ. നേരെ ഞാൻ എയർപോർട്ടിൽ ചെന്നു, പിന്നെ നേരെ മീറ്റിങ്ങിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഞാനിപ്പം കറൻസി ഏതാണെന്ന് പറയുന്നില്ല, അപ്പം നിങ്ങൾ മനസ്സിലായി ഞാൻ ഏത് രാജ്യത്താണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടുത്തെ കറൻസിയുടെ വലിയ നോട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. വലിയ നോട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ സ്തോത്രാഴ്ച പാത്രം വന്നു എൻ്റെ മുമ്പിൽ. ഞാൻ പെട്ടുപോയി. അപ്പം ഞാൻ ഉണ്ടല്ലോ, ഞാൻ തന്നെ എല്ലാവരോടും പ്രസംഗിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. നമ്മൾ മിനിസ്ട്രിയിലാണേലും നമ്മൾ കൊടുക്കാൻ ഒരിക്കലും ഉണ്ടല്ലോ, നമ്മൾ പുറകിലോട്ട് നിൽക്കരുത്, വി ഷുഡ് ബി ഗിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം കാണിക്കുന്ന ഞാൻ. അപ്പോൾ എനിക്ക് നല്ല സ്തോത്രാഴ്ച കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നോട്ട് ഇച്ചിരി ഭയങ്കര നോട്ടായിപ്പോയി കേട്ടോ. അങ്ങനെ 2 നോട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്പെയർ വേണമെങ്കിൽ അതൊട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ സഞ്ചി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കും? ഞാൻ അത് കഴിഞ്ഞിട്ട് വേണ്ട പ്രസംഗിക്കാൻ, ഈ സ്തോത്രാഴ്ച കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ 10 കൊടുക്കാനായിരുന്നു ആഗ്രഹം, എൻ്റെ ഉള്ളത് 100 എന്ന് വിചാരിക്കുക കേട്ടോ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കേട്ടോ. അത് ഇന്ത്യൻ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മണിയാണ്. അപ്പം 10 കൊടുക്കാനാണ് ആഗ്രഹം, എൻ്റെ ഇരിക്കുന്നത് 100. അപ്പം ഞാൻ 100 എടുത്ത് അങ്ങ് ഇട്ടു. ഞാൻ പ്രസംഗിക്കാൻ നിന്നപ്പോഴേ കർത്താവിനോട് പറഞ്ഞു, 10 ഇട്ടതുപോലെ ഉള്ളൂ, അല്ലാതെ 100 ഇട്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇല്ല. അവർക്ക് 100 കിട്ടിയെന്നുള്ളത് സത്യമാണ്, പക്ഷെ കൊടുത്തത് 10 ഉള്ളൂ. കാരണം എന്നാ, ഉള്ളിൽ അത്രയും കൊടുക്കാനേ നമുക്ക് തരും. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായി. ആളുകൾക്ക് എത്ര നന്മ ലഭിച്ചു എന്നുള്ളത് ദൈവം നോക്കിക്കോളും. പക്ഷെ എൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ് സ്വർഗം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ പരസ്യമായിട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതാ പറഞ്ഞ, വെൻ യു ഡു ഗുഡ് ഡീഡ്സ് ലീവ് യുവർ ക്യാമറ ബാക്ക് ഹോം. ഇപ്പം നമ്മൾ അടുത്തുള്ള വീടുകൾക്ക് ഈയിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ക്യാമറ കൊണ്ടുപോകരുത് എന്നാണ് കർത്താവ് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ അവർക്ക് വേണ്ടി ഒരു കരുതി ക്യാമറ കൊണ്ടുവരും. ശരിയാണ്, ഇറ്റ് വിൽ ബി ഗുഡ് ടു ഷെയർ ദ ഗുഡ് ന്യൂസ് സോ ദാറ്റ് അതർ പീപ്പിൾ മൈറ്റ് ബി മോട്ടിവേറ്റഡ് ടു ഗോ. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് വേറൊരാൾ കാണുമ്പോൾ അവർക്ക് അത് നല്ലതാണ്. പക്ഷെ കഴിവതും
കഴിവതും അത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ അവരുടെ പേര് ഇവിടെ ഇടും, പിന്നെ ഇവരുടെ പേര് അവിടെ സംടൈംസ് ഇറ്റ്സ് ഗുഡ്, കാരണം ആ പേരിടുന്നതിൽ നല്ലതാണ്, കാരണം അവരുടെ സാക്രിഫിഷ്യൽ കോൺട്രിബ്യൂഷൻ നമ്മൾ അക്നോളജ് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ബ്ലാങ്കറ്റ്ലി അതിനെ അങ്ങ് അങ്ങ് അടയ്ക്കുകയല്ല. പക്ഷെങ്കിൽ പലപ്പോഴും അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവന് ഈ അവരുടെ പേര് പള്ളി വിളിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്? ആൻഡ് സോ ഗോഡ് ലുക്സ് അറ്റ് ഇറ്റ് വെരി ഡിഫറെൻ്റ്ലി. ദൈവം നോക്കുമ്പോൾ ഇതിനൊക്കെ വളരെ വ്യത്യാസം. കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും വിധവയുടെ 2 വെള്ളിക്കാശയിലാണ് പോകുന്നത്, അത് ഒരിക്കലും മറക്കരുത്. കർത്താവിൻ്റെ കണ്ണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ആർ ഇൻറ്റൻഷൻ റിയലി മാറ്റേഴ്സ്. സോ വാട്ട് ഇസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഗിവിങ്? എന്താണ്, ഏത് വിധത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇടങ്കൈ, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം. അപ്പോൾ വലങ്കൈ ചെയ്യുന്ന കാര്യം ഇടങ്കൈ അറിയരുത്. വാട്ട് മൈ റൈറ്റ് ഹാൻഡ് ഡസ് മൈ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് നോട്ട് നോ എന്ന് പറഞ്ഞാൽ എന്താ? അത് നടക്കുന്ന കാര്യമാണ്. അത് കർത്താവ് ഒരു അനാലജി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പോലും അതിൽ രസിക്കരുത് എന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലായി? വലങ്കൈ കൊടുത്തു, I'm giving myself a good congratulations, self-congratulations. I should deny myself a congratulation എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. മനസ്സിലായോ? കൊടുക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റിയത്, അല്ലേ? കർത്താവ് തന്നതുകൊണ്ടല്ലേ കൊടുക്കാൻ പറ്റിയത്. അതിനകത്ത് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് എൻ്റെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി പുവർ, ഇപ്പൊ സി ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എ കോസ് യു ആർ ഗിവിങ്, there are times when people will come to know, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. if there is a cause you are giving, people will come to know. അതൊരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടൊന്നും പോകത്തില്ല. മനസ്സിലായോ? 5 പേര് അറിഞ്ഞുകൊണ്ട് പ്രതിഫലം ഒന്നും പോകത്തില്ല. പിന്നെ അവരറിയാൻ വേണ്ടി ചെയ്തെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഗോഡ് ഇസ് നോട്ട് അൺറീസണബിൾ. കർത്താവിന് ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഓൾവേസ് ബി ഇൻ എ പ്ലേസ് വെയർ നമ്മൾ ഈ കാര്യത്തിൽ എസ്പെഷ്യലി ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ അശരണരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യുമ്പോൾ ഒരിക്കലും അതെടുത്തൊരു പബ്ലിക് പരിപാടി ആക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇഫ് യു ആർ ഗിവിങ് ഫോർ എ ജനറൽ കോസ് 10 ആൾ അറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇഫ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് ദ പുവർ ആൻഡ് നീഡി, അതാരും അറിയരുത് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ദൈവം അറിഞ്ഞാൽ മനുഷ്യർ നമുക്ക് വേണ്ടി കരുതുന്നതിനെക്കാട്ടിലും നന്നായി, മനുഷ്യർ നമുക്ക് അപ്ലോസ് തരുന്നതിനേക്കാൾ നന്നായി ദൈവം നമുക്ക് അപ്ലോസ് തരും. അതാണല്ലോ വലുത് എന്നാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത്. ഈ എൻ്റെ ഒരു സ്നേഹിതൻ, ബോംബെയിലുള്ളൊരു സ്നേഹിതൻ, അദ്ദേഹം ബോളിവുഡുമായിട്ടൊക്കെ കണക്റ്റഡായി ഇപ്പം കർത്താവിൻ്റെ വേലയിലോട്ട് വന്നിരിക്കുന്നൊരു സ്നേഹിതൻ എൻ്റെ. അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹം ഒരു വലിയ ഒരു നല്ല പൊസിഷനുള്ള ഒരാളായതുകൊണ്ട് പുള്ളി നന്നായിട്ട് കൊടുക്കും. പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളി കൊടുക്കുമ്പം ഒരു എൻവലപ്പിനകത്ത് പുള്ളിയുടെ പേര് പോലും എഴുതാതാണ് ആളുടെ കയ്യിൽ കൊടുക്കുന്നത്. അപ്പം ആർക്കുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ടു ആർക്കാന്ന് മാത്രം എഴുതും, ഫ്രം ആർക്കാന്ന് എഴുതത്തില്ല. അടുത്ത പ്രാവശ്യം അയാൾക്ക് തന്നെ എഴുതുമ്പോൾ അദ്ദേഹം ഹാൻഡ് റൈറ്റിംഗ് പോലും മാറ്റി എഴുതും. കാരണം പുള്ളി പറയുന്നത് ചിലപ്പോൾ അവർ ഗസ് ചെയ്താൽ അവരൊരിക്കലും ചിന്തിക്കരുത് ഈ പുള്ളി തന്നെയാണല്ലോ തരുന്നത് എന്ന്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? അത് പുള്ളിയുടെ കൺവിക്ഷൻ. ഐ എം ജസ്റ്റ് സേയിങ്. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ നല്ല പ്രവൃത്തികളല്ല, ദൈവസന്നിധിയിലാണ് നമ്മുടെ നല്ല പ്രവൃത്തി എന്നുള്ളത് നമ്മൾ അറിയണം. എനിക്കൊരു സ്നേഹിതനുണ്ട്. ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ മിഷണറിമാർ ഒരുപാട് പേര് ഇവിടെ ലോക്കൽ, നോർത്ത് ഇന്ത്യ ലോക്കൽ, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു വർക്ക്. മനസ്സിലായി? അപ്പം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല, ഞങ്ങൾ ഫോണിൽ കൂടെയുള്ള പരിചയമാണ്. അദ്ദേഹം എല്ലാ മാസവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു എമൗണ്ട് തന്ന്, എന്നിട്ട് എന്നോട് എന്നും പറയും, ലോകത്തിലൊരു മനുഷ്യരും അറിയരുത്, ആരോടും പറയരുത്. അതിൻ്റെ കാരണം എന്നാ? ആരും അറിയണ്ട, ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഐ എം ടെല്ലിങ് യു, ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഫ്ലഷിന് ഇച്ചിരി റെക്കഗ്നിഷൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായോ? ഞാനൊരു കാര്യം കൊടുത്തു കഴിയുമ്പോൾ കൊടുത്ത ആൾ അംഗീകരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ അവർ അംഗീകരിച്ചാൽ എനിക്ക് ഇച്ചിരി പ്രയാസമൊക്കെ വരും. അങ്ങനല്ല, നമ്മളിപ്പോഴും ജഡത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വി ഹാവ് ടു ബി ഇൻ എ പ്ലേസ് വെയർ കൊടുക്കുന്നത് ദൈവത്തിന് വേണ്ടി ആസ് അൺ ടു ഗോഡ്. അങ്ങനെ കൊടുത്ത് അതിനെക്കുറിച്ച് മറക്കുവാൻ നമ്മളെ സഹായിക്കണം ദൈവം. ഓക്കെ,
അപ്പോൾ കൊടുക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരന്മാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ രണ്ടാമത് പ്രാർത്ഥന. ഒന്ന് കൊടുക്കലിനെ കുറിച്ച്, രണ്ട് പ്രാർത്ഥന. അന്നത്തെ പരീശന്മാര് അവർ സിനഗോഗിന്റെ മുമ്പിലും പള്ളിയുടെ മുമ്പിലും ഈ തിരുവ് കോണിൽ അവർക്ക് ടൈംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ രണ്ട് മെയിൻ സ്ഥലങ്ങളിലാണ് അവരുടെ പ്രാർത്ഥന. അവിടെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ അവർ ഭയങ്കര ഇന്ന് യെരുശലേമിൽ പോയാൽ കാണാം, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ. കർത്താവ് പറയുകയാണ്, ഈ എല്ലാവരും കാണാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? യുവർ പ്രേയർ ഈസ് ട്രൈങ് ടു ഇംപ്രസ് മാൻ. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ഇംപ്രസ് മാൻ വിത്ത് യുവർ പ്രേയർ, ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഗോഡ്. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? മനുഷ്യരെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുക, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഗോഡ്. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഉള്ള ഈ ഈ ഈ പ്രകടനങ്ങൾ നമ്മൾ കുറയ്ക്കണം. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ് പ്രയർ. ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്രഷന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളോട് പബ്ലിക്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലർ പ്രാർത്ഥന തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ, നീളത്തിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ സംവെയർ അലോങ് ദ വേ എവിടോ എൻ്റെ പ്രാർത്ഥനയുടെ എലക്വൻസും എൻ്റെ പ്രാർത്ഥനയുടെ നീളം, വി ആർ ട്രൈങ് ടു ഇംപ്രസ് മാൻ. ഗോഡ് വിൽ ജഡ്ജ്. നമുക്കറിയത്തില്ല, ബട്ട് ഗോഡ് വിൽ ജഡ്ജ്. നമുക്ക് എല്ലാ പ്രവണതയുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നാ, യു ഓൾറെഡി റിസീവ്ഡ് യുവർ റിവാർഡ്. നിങ്ങൾക്ക് മനുഷ്യരുടെ ഇംപ്രഷൻ അല്ലായിരുന്നോ വേണ്ടി, അത് നിങ്ങൾക്ക് ലഭിച്ചു. സോ ഹെവൻ ഇസ് നോട്ട് ബോധേഡ്. മനസ്സിലായോ? സ്വർഗം അതിൽ സന്തോഷിക്കുന്നത് ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? സോ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ അടച്ച വാതിലുകൾ, നിങ്ങളുടെ വാതിലുകൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന്, നിങ്ങളുടെ വാതിലിൻ്റെ മുറി അടയ്ക്കണം. അതുകൊണ്ടാണ് ഈ രാവിലത്തെ പ്രാർത്ഥനയുടെ പ്രസക്തി. ഏർലി മോർണിംഗ് 4:30 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരു മനുഷ്യരും കാണത്തില്ല, നിങ്ങളുടെ പിള്ളേർ പോലും കാണത്തില്ല, ആരും അറിയുന്നില്ല, നിങ്ങളും ദൈവവും തമ്മിൽ മാത്രം. ആ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടല്ലോ, അയ്യോ പറയാനൊക്കത്തില്ല. വളരെ ഇറ്റ്സ് എ വെരി പവർഫുൾ ടൈം. ഞാനും ദൈവവും മാത്രം നിൽക്കുന്ന ഒരു ടൈമിൽ വേറെ ആരുമില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുഞ്ഞുങ്ങളില്ല, മിനിസ്ട്രിയിലുള്ളവരില്ല, ആരുമില്ല. അത് ഞാനും ദൈവവും തമ്മിലുള്ള സമയം. അതുകൊണ്ട് അടച്ച വാതിലുകൾക്കുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ട്, നിങ്ങൾ ജാതികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതിഭാഷണത്താൽ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ഡു നോട്ട് ബാബിൾ. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് കണവണ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും. ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും പിന്നെ. അത് നമ്മുടെ ഒരു നേച്ചറാ. മനസ്സിലായോ? നമ്മൾ പരാതി പറയുന്നവരുടെ സ്വഭാവം, എപ്പോഴും പരാതി പറയുകയാണെങ്കിൽ ദൈവത്തിനടുക്ക് ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് ബാബിൾ ചെയ്യും. ദ സെയിം തിങ്. അത് ചെയ്യരുത്. അത് ചെയ്യരുത്. ഈ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളെ അവരുടെ അപ്പൻ്റെ അമ്മയുടെ അടുക്ക വന്നിട്ട് പിന്നെയും 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 അതേ കാര്യം പറയുമ്പോഴത്തേക്ക് എന്തുവാ പറയുന്നത്? ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പിള്ളേരോട് പറയും, ഡോണ്ട് ഇറിറ്റേറ്റ് മീ സെയിങ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ എന്ന് പറഞ്ഞതുപോലെ ഐ ഹേർഡ് ഇറ്റ് ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ് ഒരേ വിഷയത്തെക്കുറിച്ച് പിന്നെയും പ്രാർത്ഥിക്കരുത് എന്നല്ല എൻ്റെ അർത്ഥം. ജൽപ്പനം ചെയ്യരുത്. അതിനകത്ത് ആവശ്യമില്ല, യാതൊരു കാരണവുമില്ല. എന്തുകൊണ്ടാണ്? വൈ യു ഷുഡ് ഡു ഇറ്റ്? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ, കർത്താവ് അറിയുന്നല്ലോ നിങ്ങളുടെ വിഷയം. Prayer is not designed to inform God, but give man a sight of his misery, to humble his heart, to excite his desire, to inflame his faith, to animate his hope, to raise his soul from earth to heaven, and to put him in mind that there is his father, his country and inheritance. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഇന്ന് രാവിലത്തെ ന്യൂസ് ഇതൊക്കെയാണ്, അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതല്ല. ഇപ്പോൾ കർത്താവ് വൈകുന്നേരം ആകുമ്പോൾ കർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ റിപ്പോർട്ട് ചെയ്തു. ബട്ട് ഓൾവേസ് നോ, പ്രയർ ഇസ് നോട്ട് അബൌട്ട് ഇൻഫോമിങ്. കർത്താവെ അങ്ങയിൽ ആശ്രയിക്കാതെ,
എനിക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇറ്റ് ഈസ് എ സ്പേസ് ഓഫ് ഡിപ്പെൻഡൻസി. പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കർത്താവ് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിന് ഒറ്റ ഉദ്ദേശം, എന്നെ തന്നെ വിനയപ്പെടുത്തി, കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ, അങ്ങ് സഹായിച്ചില്ലെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. ആരാണ്ട് പാട്ടുകാരൻ എഴുതിയ പോലെ, ഐ കാൺട്ട് ഈവൻ വാക്ക് വിതൗട്ട് യു ഹോൾഡിംഗ് മൈ ഹാൻഡ്സ്. നീ എൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ കർത്താവ് എനിക്ക് നടക്കാൻ പോലും സാധിക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ എന്നോട് ചെയ്തു, അയാൾ എന്നോട് ചെയ്തു, കർത്താവേ കർത്താവേ. ഡോണ്ട് ബാബിൾ. പിതാവ് അറിയുന്നുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പ്രയർ. കർത്താവ് സകലവും അറിയുന്നു. എന്നിട്ട് കർത്താവ് ഒരു മോഡൽ പ്രാർത്ഥന നമുക്ക് വേണ്ടി തരിക. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ഇതൊരു മോഡലാണ്. നമ്മളെപ്പോഴും പറയുന്നത് ലോർഡ്സ് പ്രയർ അല്ലേ? മാത്യു 6, മത്തായിയുടെ സുവിശേഷം 6:9 മുതൽ 13. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് ആകുന്നു. അപ്പോൾ ദ ലോർഡ്സ് പ്രയർ അതെന്തുവാണ്? ഇറ്റ് ഈസ് എ മോഡൽ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്. ഇതൊരു മോഡൽ ഓഫ് പ്രയർ എന്നാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇത് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ യു ഡോണ്ട് ഹാവ് ടു ബി ബൗണ്ട് ബൈ ദിസ് മോഡൽ. നമുക്കല്ലാതെയും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മോഡലിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ മോഡലിനകത്ത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇത് തന്നെ നമുക്കൊരു 2-3 സെഷൻ എടുക്കാം. പക്ഷേ ഞാനങ്ങ് പറഞ്ഞങ്ങ് തീർക്കാം പെട്ടെന്ന്. എങ്ങനെ തുടങ്ങുന്നത്? ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ കാരണം, ഈ ശിഷ്യന്മാർ പോലും കർത്താവിനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ടീച്ചേഴ്സ് ടു ഞങ്ങൾ കർത്താവെ ഭൂതങ്ങളെ പുറത്താക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ശിഷ്യന്മാരാകെ കൂടെ കർത്താവിനോട് യാചിച്ച ഒരു കാര്യമാണ്, കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെ ബൈബിള് പഠിപ്പിക്കുന്ന ഞാൻ എന്നും നിങ്ങളോട് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ ഉള്ളതുപോലെ പറയാം. The biggest challenge as a Christian I faced is to spend time in prayer. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ a Christian is never stronger than his prayer life. ഒരു വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തിയാണ് അവൻ്റെ ശക്തി. അതിനപ്പുറത്തോട്ട് ശക്തിയില്ല. അത് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാണ്. പക്ഷേ ഇതില്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർ എന്ന് കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ, അതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഉറങ്ങാനാണ് താല്പര്യം, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മോഡൽ. നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാൽ, എന്ത് ചെയ്താലും ഈ മോഡൽ നമ്മൾ ഫോളോ ചെയ്യണം. ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് ദ മോഡൽ. ഒന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ക്രിയേറ്റർ ഓഫ് സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എൻ്റെ പിതാവ്. അതാണ് അതിൻ്റെ അർത്ഥം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പിന്നെ എങ്ങനെ പറയുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല പറഞ്ഞു, പിന്നെ എന്താ പറയുക? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. ഹീ ഈസ് അവർ ഫാദർ. പ്രിയമുള്ളവരെ, ഈ തിയോളജിക്കലി ഞാൻ ഡിസഗ്രി ചെയ്യുന്ന കുറേ പേരുണ്ട് തിയോളജിക്കലി. ഓക്കെ, ഞാൻ അത്ര കോർ കാര്യങ്ങളല്ല, പെരിഫറൽ കാര്യങ്ങളാണ്. അവരുടെ കൂടെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്കൊരു പിതാവാണ്. വി ഹാവ് വൺ ഫാദർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ചിലപ്പോൾ ചില ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് തമ്മിൽ അടി ഉണ്ടാക്കുന്ന കാണുമ്പോഴുള്ളൂ, ഇത് എന്തോ രണ്ട് പിതാവ്, ഇത് എൻ്റെ പിതാവ് ഒന്നും നിങ്ങളുടെ പിതാവ് ഒന്നും, അതെങ്ങനെ നോക്കുന്നേ? ദർ മൈറ്റ് ബി. നമ്മുടെ കോർ തിയോളജി ഇസ് ദ സെയിം. പെരിഫറൽ തിയോളജിയിൽ നമുക്ക് ഇച്ചിരി ഇഷ്യൂസ് വരും. അത് കാരണം നമ്മൾ ചിലപ്പോൾ ഡിബേറ്റ് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അതിൻ്റെ പേരിൽ വി മൈറ്റ് ഹാവ് ഡിസ്കഷൻസ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ, അല്ലേ?
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, അടുത്തിരിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, കമ്മിറ്റിയിലൊക്കെ വഴക്കാൻ ഉണ്ടാക്കുന്ന പാർട്ടി, പുള്ളി കർത്താവിൻ്റെ വകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഒരു പിതാവേ ഉള്ളൂ, രണ്ടില്ല, വൺ ഫാദർ. അതുകൊണ്ടാണ് നമ്മളിത് പ്രാർത്ഥിക്കേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. യേശു കർത്താവ് വരുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രവാചകൻ പോലും യഹോവയെ പിതാവ് എന്ന് വിളിച്ച് നമുക്ക് അതിനുള്ള തെളിവുകളില്ല കേട്ടോ. യേശു കർത്താവ് വരുന്നത് വരെ പിതാവ് എന്നുള്ള പദം ദൈവത്തിന് ഉപയോഗിച്ച് യഹൂദന്മാരുടെ ചരിത്രത്തിലില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഭൂതമിളകിയത്. കർത്താവിനെ കണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പിതാവ് കാണുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം പിതാവുമായിട്ടുള്ള ബന്ധം ഇവർക്കില്ല. ഇന്ന് അനേക വിശ്വാസികൾ അങ്ങനെ, they don't know what it means to have a loving relationship with the father. പിതാവുമായിട്ടുള്ള ബന്ധം. ഈ പിതാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അപ്പന്മാർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ അവർ ലെൻസ് ഓഫ് ഹൗ വി സീ ദ ഫാദർ വിൽ ബി സ്ക്യൂഡ്. കാരണം നമ്മൾ ഈ പാപം നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ, പിതാവ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ വീട്ടിൽ ഒരു പിതാവിനെ കണ്ടു, അത് ഒരു പിതാവ്, പിന്നെ പള്ളി വേറൊരു പിതാവിനെ കണ്ടു, ഈ രണ്ട് പിതാക്കന്മാരെ കണ്ടു കഴിയുമ്പോൾ ഇത്രയൊക്കെ ഒക്കെ ഉള്ളു. അങ്ങനല്ല എൻ്റെ പിതാവ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുമ്പോൾ പൂർണ്ണമായി സ്നേഹിക്കുന്ന പിതാവ്. അങ്ങനെ ഒരു പിതാവില്ലെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായി. അത്ര നല്ല ഒരു പിതാവ് വേറെ ഇല്ല. അപ്പൊ ആ പിതാവിൻ്റെ വിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം പഠിക്കണം, വചനത്തിൽ ധ്യാനിക്കണം, എന്നാൽ ഈ പിതാവ് ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു യേശുവിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കർത്താവ് നല്ലൊരു പദവി തന്നു. എന്താ? അവൻ്റെ മക്കൾ എന്നുള്ള പദവി. ആ മക്കൾ എന്നുള്ള പദവി നമുക്ക് ലഭിച്ചതുകൊണ്ട് യേശു ക്രിസ്തു പിതാവിനെ പിതാവെന്ന് വിളിക്കുന്ന പോലെ എനിക്കും അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ, ഒരു ഇമ്പോർട്ടൻറ്റ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടും എല്ലാം പറഞ്ഞു, ഞാൻ മുകളിലത്തെ എൻ്റെ ഓഫീസ് സ്പേസിൽ ഇരിക്കുക, ആരും ശല്യപ്പെടുത്തരുത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കിത് എക്സ്ട്രീംലി ആരും നിർത്തരുത്. അപ്പം താഴെയാണ്ട് സാധാരണ അവർ ശല്യപ്പെടുത്താൻ വരത്തില്ല. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം ഡോറൊക്കെ തുറന്ന് ആടി ജീടിച്ച് എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞ് തെറിപ്പിച്ചിങ്ങി വരിക. അപ്പം ഞാൻ വലിയ ഇവിടെ ഈ നിങ്ങൾക്കറിയാലോ, വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക്, ഞാനിവിടെ എപ്പോഴും ഒരു ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൾ എടുക്കുമ്പോൾ മാത്രം ജാക്കറ്റൊക്കെ ഒഴിച്ച്, നമുക്ക് താഴെ ഷോർട്സൊക്കെ ആയിരിക്കും, പക്ഷെ മേളിൽ ജാക്കറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര കോളൊക്കെ എടുത്ത് വൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന്, ഞാൻ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഡോറൊക്കെ തുറന്ന് ഒരാൾ മാർച്ച് ചെയ്ത് പോയി. എന്നിട്ട് ഇവിടെ എല്ലാ ആളും ഒക്കെ ഉണ്ട്, അതൊരു ഒരൊറ്റ വിളി, ആപ്പാ. അപ്പം അതിൻ്റെ വിഷയം എന്നാണെന്നറിയോ? ഞാൻ ഏത് മീറ്റിങ്ങിനാണെന്നുള്ളത് അവൾക്ക് വിഷയമല്ല, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് അവൾക്ക് വിഷയമല്ല, അവൾക്ക് ഒരൊറ്റ വിഷയമേ ഉള്ളൂ, എൻ്റെ അപ്പൻ്റെ റൂമിലേക്കാണ് ഞാൻ കയറിയത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതിനകത്ത് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ റൂം, ഞാൻ മകൾ, ഞാൻ കയറും, എനിക്ക് വേണ്ടിയപ്പോൾ ഞാൻ കയറും, വേണ്ടിയപ്പോൾ ഞാൻ വിളിക്കും, അത്രേ ഉള്ളൂ. ഈ റിലേഷൻഷിപ്പാണ് സ്വർഗസ്ഥനായ പിതാവും നമ്മളും തമ്മിൽ ആകേണ്ടത്. സകല പ്രപഞ്ചത്തെയും അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഹീ സ്റ്റിൽ ഫ്രീ ടു ടോക്ക് ടു യു ആൻഡ് മീ. ഞാനൊരു ഭൗമിക അപ്പൻ എന്നുള്ള നിലയിൽ എനിക്ക് പരിമിതികളുണ്ട്, ഐ ഹാവ് ലിമിറ്റേഷൻസ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഞാൻ 2 മണിക്ക് രാവിലെ എഴുന്നേറ്റ് അപ്പാ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റും, വൈകുന്നേരം 5 മണിക്ക് അപ്പാ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റും, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല 12 മണിക്ക് അപ്പാ എന്നെനിക്ക് വിളിക്കാം, അല്ലേ? ആ വിളി കേൾക്കുമ്പോൾ ഈ ലോകത്തിലുള്ള പിതാക്കന്മാർ ചിലപ്പോൾ തിരക്ക് കയറുമ്പോൾ ഈ പിള്ളേർ 2-3 പ്രാവശ്യം വിളിച്ചാലേ കേൾക്കത്തുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ് അങ്ങനല്ല, ഒരു പ്രാവശ്യം വിളിച്ചാൽ അവൻ്റെ ശ്രദ്ധ നമ്മുടെ മേൽ ആയിരിക്കും. ഹാഗാർ മരുഭൂമിയിൽ മരിക്കാൻ കടന്നപ്പം വിളിച്ചുപോലും, അതിൻ്റെ മുമ്പേ കണ്ടെന്നാണ് പറയുന്നത്, വിളിച്ചുപോലും ഇല്ല, അതിൻ്റെ മുമ്പ് അവളെ കണ്ടു. അതാണ് ദൈവസ്നേഹം, അതാണ് പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ആക്സസ് ആണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഹീസ് ആർ ഫാദർ ഇൻ ഹെവൻ. 2, ഹാലോവഡ് ബി യോർ നെയിം. എന്താ പറയുന്നത്?
നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഇപ്പൊ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കർത്താവിന് പിതാവേന്ന് ഞാൻ വിളിച്ചു, ശരി പിതാവ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇനി എൻ്റെ നാമമല്ല വിഷയം, അവൻ്റെ നാമമാണ്. മനസ്സിലായോ? നമ്മൾ പിതാവേന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ എല്ലാം നമ്മുടെ അജണ്ട നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ല. പിതാവ് എന്ന് പറഞ്ഞാൽ പിതാവ് രാജാവും കൂടാണ്, രാജാവിന് ഇഷ്ടം പോലാണ് നടക്കേണ്ടത്. പിന്നെ പറയുന്നത് നിന്റെ രാജ്യം എൻ്റെ രാജ്യമല്ല, നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല. അപ്പൊ പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാണ്? പിതാവിനെ വിളിച്ചു, പിന്നെ പറയുന്നത് നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തോ പറയുന്നത്, പാട്ടുകാരൻ പാടുന്ന പോലെ നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, എൻ്റെ ഇഷ്ടം. അങ്ങനെ നമ്മൾ തിരിച്ചാ പാടുന്നതെങ്കിലും നമ്മുടെ അകത്ത് കിടക്കുന്നത് എന്തുവാ? അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണമെന്നല്ല, എൻ്റെ ഇഷ്ടം പൂർണ്ണമാക്കണമെന്നാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് കർത്താവെ അങ്ങ് എല്ലാം റെഡിയാക്കി തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റ് തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർത്തോണം, ഇറ്റ് ഈസ് ഹിസ് നെയിം, ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് വിൽ. മനസ്സിലായി? അതുകൊണ്ടാണ് യേശു കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയത്. കർത്താവ് ഈ പാനപാത്രം, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഈ പാനപാത്രം ഒന്ന് എടുത്തു കളയണമേ. എന്നിട്ട് പറഞ്ഞു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഒരു വിശ്വാസിക്ക് ദൈവ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. നമ്മൾ നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ ഇഷ്ടമല്ല കർത്താവ് നിന്റെ ഇഷ്ടം. ജോലി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ ഇഷ്ടമല്ല കർത്താവ് നിന്റെ ഇഷ്ടം. പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല കർത്താവ് നിന്റെ ഇഷ്ടം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലോർഡ്. 3, പിന്നെ ഇനി നിങ്ങളുടെ ചെറിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞു. പിന്നെന്താ പ്രാർത്ഥിക്കുന്നത്? ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഗിവ് us this day our daily bread. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും കർത്താവിൻ്റെ ഹിതത്തെക്കുറിച്ചും കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയരുത് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ ഏറ്റവും ചെറിയ ആവശ്യം പോലും പറഞ്ഞോളാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോഡ് റിയലി കെയർസ് അബൌട്ട് അവർ ഡെയിലി നീഡ്സ്. അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് ഒന്ന് ഓർത്ത് നോക്കിയേ, അവർക്കൊരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ കരുതത്തില്ലയോ? എടാ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദുഷ്ടന്മാരായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ദുഷ്ടന്മാരായ നിങ്ങൾക്ക്, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും. ഒരു കുറവുമില്ലാത്ത എൻ്റെ പിതാവിനെ കരുതത്തില്ലയോ? കരുതും, യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥന, ദിസ് പ്രയർ ഇസ് ഫോർ അവർ ഡെയിലി നീഡ്സ്, നോട്ട് ഫോർ അവർ ഗ്രീഡ്സ്. അത് ഓർത്തോണം. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ ആർത്തികൾക്ക് വേണ്ടി അല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ചില സുവിശേഷകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനാ മോഡലുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എവിടാണ് നമ്മുടെ ആവശ്യങ്ങൾ നിൽക്കുന്നതൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ ദൈവം നമുക്ക് വേണ്ടി. ഇപ്പം ഞാൻ ചിലരോട് പറയും, കർത്താവ് ചിലർക്ക് 7 bedroom ഹൗസ് കൊടുക്കും, അത് കൊടുത്തോട്ടെ, അതിനകത്ത് നമുക്ക് തന്നെ വേണം. നമുക്ക് ആവശ്യം 2.5 bedroom, വെരി ഗുഡ്. വേറൊരാൾക്ക് 1.5 bed, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് കരുതും. എന്തുകൊണ്ടാണ് ഒരാൾക്ക് 7 bedroom, ഒരാൾക്ക് 5 bedroom? അതൊക്കെ അവരും ദൈവവും തമ്മിലുള്ള, നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം. നമ്മുടെ വിഷയമെല്ലാം നമ്മൾ ഈ അപ്പുറത്ത് നോക്കുന്നുണ്ട്, നമ്മൾ നോക്കരുത്. നമുക്ക് ആവശ്യമായിട്ടുള്ള കർത്താവ് തന്നിട്ടുണ്ടോ, സ്തോത്രം പറഞ്ഞോണം, ഹല്ലേലൂയ പറഞ്ഞോണം, നന്ദിയോടെ ജീവിച്ചോണം. അല്ലാതെ എൻ്റെ വണ്ടി അവൻ്റെ വണ്ടി, എൻ്റെ വീട് അവൻ്റെ വീട് എന്നൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവ് തരും. അവൻ തക്ക സമയത്ത് കിളിവാതിൽ തുറന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തരും. 1 day at a time. ഇന്നത്തേക്കുള്ളത് തരുമല്ലോ, നാളത്തേക്കുള്ള. ഈ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വർഷം. ഈ ആങ്സൈറ്റിയാണ് നമ്മളെ കൊല്ലുന്നത്. അയ്യോ, ഇനി അടുത്ത വർഷം ഇത് വരുമ്പോഴത്തേക്ക് പിന്നെന്ത് ചെയ്യും? പിന്നെ എടാ, ഇന്നത്തേക്കുള്ള കൃപയുണ്ടല്ലോ, ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് തന്നിട്ടുണ്ടല്ലോ. ഇന്നത്തേക്കുള്ളത് എന്തിനാ നമ്മളതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്? ഇന്ന് തന്നിട്ടുണ്ടല്ലോ. എന്നോട് ഈ ഡയഗ്നോസിസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ എന്നോട് ചോദിച്ചാൽ, അപ്പോൾ പ്രോഗ്രാം എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത്. ഞാൻ പറഞ്ഞു, എടാ, ഇന്നത്തേക്കുള്ള കൃപ കർത്താവ് തന്നിട്ടില്ലേ? ഇന്ന് പ്രസംഗിക്കാൻ പറ്റുന്നേ, ഇന്ന് പാടാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെ ശ്വാസം ഉള്ളപ്പം കർത്താവിനെ ഉയർത്ത്. നാളത്തെ കാര്യം അവൻ നോക്കിക്കോളൂ. ഞാൻ അവൻ്റെ വകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് ബിസിനസ് ടു ലുക്ക് ആഫ്റ്റർ മീ. ഞാൻ എന്തിനാ കർത്താവിൻ്റെ വേലയും കൂടെ ഏറ്റെടുക്കുന്നത്? ഒന്നാമത്തെ സ്ട്രെസ്സാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കർത്താവിൻ്റെ ടെൻഷനോടെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ലിവ് ഫ്രീ. കാരണം ഇന്നത്തേക്കുള്ള കൃപ, ദേർ ഇസ് ഡെയിലി ഗ്രേസ്. അന്നത്തേക്കുള്ള കൃപ കർത്താവ് നമുക്ക് തരും. പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ലീഡ് us not into temptation. എന്താണ്? ആവശ്യമായിട്ടുള്ള ആഹാരം തരണമേ. പരീക്ഷയിലേക്ക് കർത്താവെ ഞങ്ങളെ പരീക്ഷയിലേക്ക് എന്ന് പറഞ്ഞാൽ
യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഗോഡ് ഇസ് നോട്ട് ടെംപ്റ്റിംഗ്. പക്ഷെങ്കിൽ ഹി അലവ്സ് ഫോർ ടെംപ്റ്റേഷൻസ് ടു കം ബൈ. കാരണം എന്നാ, പിശാചിന്റെ പദ്ധതിയാണ് ഈ പല പരിപാടി. അതുകൊണ്ടാണ് പറയുന്നത്, എന്തുവാണ്, ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അതുകൊണ്ട് കർത്താവെ, എന്തുവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാ? കർത്താവെ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് എന്നെ അങ്ങ് വിടുവിക്കണമേ. അങ്ങനത്തെ പരീക്ഷകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് തനിയെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ആ ഒരു പ്രൊക്ലമേഷനാണ്. കർത്താവെ, എനിക്ക് ശക്തിയില്ല, ഞാൻ ആ പരീക്ഷകളുടെ അകത്ത് നിന്ന് ഞാൻ പെട്ടുപോകും, ഞാൻ വീണുപോകും, അതുകൊണ്ട് നീ എന്നെ അതിൽ നിന്ന് കാക്കണമേ എന്ന് പറയുന്നു. സോ യു ആർ ആക്ച്വലി പ്രൊക്ലെയിമിങ് എ റിലയൻസ് ഓൺ ക്രൈസ്റ്റ്. കർത്താവിലേക്ക് താങ്ങുകയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവെ, എന്നെ അതിലേക്ക് പോകാൻ, ഞാൻ ഒരിക്കലും വീഴത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ആരും ചിന്തിക്കരുത്. ഉറച്ചു നിൽക്കുന്നവൻ വീഴാതെ നിൽപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഓക്കെ, അപ്പോൾ ലീഡ് us not in temptation. ഫൈനലി എന്താണ് പറയുന്നത്? ഫൈനലി പറയുന്നത്, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത്. തുടങ്ങുന്നത് ദൈവനാമം, അവസാനിക്കുന്നത് ദൈവനാമം. പിന്നെ ഈ ഭാഗം പല പണ്ഡിതന്മാരും, ഒട്ടുമുക്കാൽ പണ്ഡിതന്മാരും ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് ഇല്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒറിജിനൽ, ഈ ഡോക്സോളജി എന്ന് പറയുന്ന ഭാഗം ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് ഇല്ലായിരുന്നു, പിന്നീട് ചേർത്തതാണ്. എങ്കിലും ദൈവവചനത്തിന് വിപരീതമല്ല, വളരെ അനുകൂലമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനകത്ത് ഇത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഓക്കെ, അപ്പോൾ ഈ മോഡൽ പ്രെയറിൻ്റെ സമ്മറി ഒന്ന് നോക്കിയാലുണ്ടല്ലോ, ഈ മോഡൽ പ്രെയറിൻ്റെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിനെ നമുക്ക് 5ആയിട്ട് തിരിക്കാം. ഒന്ന്, അഡോറേഷൻ, ആരാധന. അവിടെയാണ് തുടങ്ങുന്നത്, വേഴ്സ് 9 അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സിമ്പിളാണ്. പ്രാർത്ഥിക്കാൻ പ്രയാസപ്പെടുന്നവർ രാവിലെ എഴുന്നേറ്റ്, കർത്താവേ, അങ്ങ് എത്ര വലിയവനാ, അങ്ങ് വിശുദ്ധനാ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നു നടത്തിയത് അങ്ങാണ്, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. സോ യു സ്റ്റാർട്ട് വിത്ത് ആഡോറേഷൻ അല്ലേ, ഫസ്റ്റ് മോഡൽ. 2, സമർപ്പണം, വേഴ്സ് 10. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. വേഴ്സ് 10, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദെൻ യു ആർ സബ്മിറ്റിംഗ്. അപ്പം ആദ്യം യു ആർ അഡോറിങ്, ആരാധന, പിന്നെ സമർപ്പണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഇന്ന ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്, എന്നാൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, അങ്ങയുടെ ഹിതം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന. 3, പ്രേ ഫോർ യുവർ ഡെയിലി നീഡ്സ്. കർത്താവെ, ഇന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു, അവർക്ക് പരീക്ഷയുണ്ട്, അവരെ പരീക്ഷ നല്ലതുപോലെ എഴുതാൻ അങ്ങ് സഹായിക്കണമേ. ഡെയിലി നീഡ്. ഒരുപക്ഷെങ്കിൽ ഭാരത്തിൽ, കാരണം ആ കാലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു അസുഖം വന്ന് 3-4 ദിവസം കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂലിയില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായ, പിന്നെ അവർക്ക് കഴിക്കാൻ വഴിയില്ല. അന്നത്തെ ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിൽ പലരും അങ്ങനല്ല. നമുക്ക് കുറച്ച് റിസർവ് ഒക്കെ ഉണ്ട്, 2 ആഴ്ച ജോലി പോയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രൊവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കർത്താവ്, ഇന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, കർത്താവ്, ഞങ്ങളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ളതൊക്കെ അങ്ങ് ക്രമീകരിച്ച് തരണമേ. പിള്ളേർക്കൊരു നല്ല സ്കൂൾ ആവശ്യമാണ്, കർത്താവെ, നീ അതൊന്ന് ക്രമീകരിച്ച് തരണമേ. നോ പ്രോബ്ലം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിന് രോഗമുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. പ്രേ ഫോർ യുവർ ഡെയിലി നീഡ്സ്, യാതൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ കൺഫെഷൻ, വേഴ്സ് 12, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദെൻ യു സ്പെൻഡ് ടൈം ഇൻ കൺഫെസിങ്. കർത്താവെ, ഇന്നലെ ഇന്നയാളുമായിട്ട് വഴക്കുകൂടി, എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. അഹങ്കാരം ഉള്ളിൽ കടന്നു വന്നു, കർത്താവെ ക്ഷമിക്കണമേ. നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി, കർത്താവെ ക്ഷമിക്കണമേ. സ്പെൻഡ് ടൈം ഇൻ കൺഫെസിങ്. അവസാനം എന്തോ പ്രാർത്ഥിക്കുന്നത്? യു പ്രേയിങ് ഫോർ പ്രൊട്ടക്ഷൻ. എന്തോ, കർത്താവെ, ഇനിയും ഇന്നത്തെ ദിവസം അതേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ എന്നെ സൂക്ഷിക്കണമേ. അതേ വർക്ക് കോളീഗിനെ ഞാൻ ഇന്ന് കാണും, അവരുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ പ്രാർത്ഥിക്കും. കർത്താവ്, ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നതായിരിക്കും, പരീക്ഷയിൽ അകപ്പെടാതെ അങ്ങ് സൂക്ഷിക്കും. എന്തൊരു നല്ല മോഡലാ അല്ലേ ഈ 5 കാര്യങ്ങൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 10 മിനിറ്റ്സ്. സ്റ്റാർട്ട് വിത്ത് അഡറേഷൻ, സബ്മിഷൻ, പ്രൊവിഷൻ, കൺഫെഷൻ ആൻഡ് ആസ്ക് ഫോർ പ്രൊട്ടക്ഷൻ. വളരെ സിമ്പിളാണ് കർത്താവിൻ്റെ മോഡൽ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ. എന്നാൽ അവൻ്റെ നാമം, അവൻ്റെ ഹിതമാണ് വലുത് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഇറ്റ്സ് എ ഗുഡ് മോഡൽ ഫോർ ഓൾ ഓഫ് us
ടു യൂസ്. പിന്നെ അവസാനം ഒരു അവസാനമല്ല, ഫൊഗിവ്നെസ്. എന്നിട്ട് ഈ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്നാണെന്നറിയാം കർത്താവ് 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. കർത്താവ് പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ കൊള്ളാം, എല്ലാം നല്ലതൊക്കെ, പക്ഷെ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ, നിങ്ങൾ അവരോട് ചെയ്ത തെറ്റല്ല, അവര് നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ. പറഞ്ഞു മനസ്സിലായോ? സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്ഷമിച്ച് കിട്ടിയവർക്ക് ക്ഷമിക്കാതിരിക്കാൻ ഓപ്ഷനില്ല. കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്ന ഏത് ദൈവമക്കളും വേറൊരാളോട് ഞാൻ അവരോട് ക്ഷമിക്കത്തില്ല എന്ന് പറയാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി എത്ര വലിയ തെറ്റ് നിങ്ങളോട് ചെയ്താലും ക്ഷമിക്കാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല. അത് മനസ്സിലാക്കിക്കണം. ഓക്കെ. 2, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കത്തില്ല. എന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കാത്തത്. So you've never experienced forgiveness and hence you are not able to forgive. അപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നാം ക്ഷമിച്ചേ തീരൂ. കർത്താവ് പറയുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മുമ്പും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തികൾ പഠിപ്പിച്ചപ്പോഴും സ്തെഫാനോസിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും എന്തുകൊണ്ട് ക്ഷമിക്കണമെന്നൊക്കെ എല്ലാം നമ്മൾ ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈവൻ 2 ക്ലാസ് മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ, എങ്ങനെ ക്ഷമിക്കണമെന്നും ഒക്കെയുള്ളത് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. പിന്നെ അവസാനമായിട്ട് പറയുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവസിക്കുമ്പോൾ 16-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം അതുകൂടെ നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് നിർത്താം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അവസാനം പറയുന്ന ഹൗ ഷുഡ് യു ഫാസ്റ്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാര് ഉപവസിക്കും എന്നുള്ളത് ഹി അസ്യൂംഡ് ഇറ്റ്, ഹി പ്രിസ്യൂംഡ് ഇറ്റ്. നമ്മൾ ഉപവസിക്കും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് മണവാളൻ പോകുമ്പോൾ അവർ ഉപവസിച്ചോളും. മണവാളൻ ഉള്ള കാലത്തോളം അവർ ഉപവസിക്കേണ്ട കാര്യമില്ല, എന്നാൽ മണവാളൻ പോകുമ്പോൾ അവർ ഉപവസിക്കും. പഴയ നിയമത്തിൽ ഉപവാസം എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 പ്രാവശ്യം പരീശന്മാർ ചെയ്യും. 2 പ്രാവശ്യം ആഴ്ചയിൽ. എന്തു പറ്റി? അത് വലിയൊരു ഇതായിപ്പോയി, ഒരു നിയമവാദം, ഒരു ലീഗലിസ്റ്റിക് പരിപാടിയായിപ്പോയി. ചെയ്തേ പറ്റത്തുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ശിക്ഷണം, ഇറ്റ് ബിക്കെയിം എ ഗുഡ് ഡിസിപ്ലിൻ ബിക്കെയിം കറപ്റ്റഡ് ബൈ ഹിപ്പോക്രസി. ഏത് നല്ല കാര്യം കേട്ടോ, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതും കമ്മ്യൂണിന് പങ്കെടുക്കുന്നതും വീട്ടിലെ പ്രാർത്ഥന, ഏത് നല്ല ഡിസിപ്ലിനും കറപ്റ്റ് ആകാൻ എളുപ്പമാണ്. ലീഗലിസത്തിനെ അകത്തോട്ട് കയറ്റിയാൽ മതി, ഇതെല്ലാം കറപ്റ്റഡ് ആകും. മനസ്സിലായി? പിന്നെ എല്ലാ ഷോ ബിസിനസ്സും എല്ലാം ഒരു ഗോയിങ് വിത്ത് ദ മോഷൻ, ദർ ഇസ് നത്തിങ് എൽസ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്തെന്നറിയാം? ഈ യഥാർത്ഥമായി ഉപവാസത്തിലിരിക്കുന്ന ദൈവമക്കളുടെ ഏറ്റവും വലിയ ഗുണം ഞാൻ പറയാം. നമ്മുടെ ജഡത്തെ പരിശുദ്ധാത്മാവിന് കീഴ് ആക്കാനുള്ള ഏറ്റവും നല്ല ഡിസിപ്ലിനാണ് ഫാസ്റ്റിംഗ്. ഏറ്റവും എൻ്റെ ജഡം ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫാസ്റ്റിംഗ്. ഡു നോട്ട് വാക്ക് ബൈ ദ ഫ്ലെഷ് ബട്ട് വാക്ക് ബൈ ദ സ്പിരിറ്റ്. എങ്ങനെ അത് ചെയ്യുന്നത്? അതിന് ഒരു നല്ല മുഖാന്തരമാണ് ഫാസ്റ്റിംഗ്. എന്ന് പറഞ്ഞ് ചിലരുണ്ട് ഫാസ്റ്റിംഗ് എടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അതൊന്നുമല്ല, അതൊക്കെ ലീഗലിസമാണ്. അതല്ല. ഇപ്പൊ അയ്യോ ഷുഗർ എനിക്കുണ്ടെങ്കിൽ എടുക്കാനൊക്കത്തില്ല, അതൊക്കെ നിയമവാദമാണ്. ബട്ട് ജെനുവിൻ ഫാസ്റ്റിംഗ് ഇസ് സബ്മിറ്റിംഗ് യുവർ ഫ്ലെഷ് ടു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ജഡത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ വേണ്ട എന്ന് വെക്കുന്നു. ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ TV കാണത്തില്ല. അത് ഓരോരുത്തരും ഓരോ മോഡലിലാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്യാൻ പോകത്തില്ല. ഇത് ഞാനും ദൈവവും തമ്മിലുള്ള സമയമാണ്. ഇറ്റ്സ് ഓൺലി എ ടൈം ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്. ഇറ്റ് ഹെൽപ്സ് വളരെ. പക്ഷെങ്കിൽ കർത്താവ് പറയാ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വാടിയിരിക്കരുത്.
മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചിലരാണെങ്കിൽ അപ്പോഴത്തേക്ക് പിന്നെ ഒന്നുമില്ല, അങ്ങ് ഭയങ്കര വിശുദ്ധന്മാരെ പോലെ ആകരുത്. കണ്ടു കഴിഞ്ഞ ഉടനെ ഫാസ്റ്റിംഗ് ആണെന്ന് ആളുകൾ പറയരുത് എന്നാ പറയുന്നത്, മനസ്സിലായോ? ഡു യുവർ ബോഡി നോർമൽ. കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കണം, അതുപോലെ നിൽക്കണം. ഈ 40 ദിവസം മോശ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ മുഖം ഇങ്ങനെ വാടി ചുടുങ്ങിയല്ല ഇരുന്നത്. തിരിച്ചു വന്നപ്പോൾ മുഖം പ്രകാശിച്ചാ വന്നത്, അല്ലേ? അതുകൊണ്ട് ദൈവസന്നിധിയിലാണ് നാം സമയം ചെലവഴിക്കുന്നതെങ്കിൽ മുഖം പ്രകാശിക്കും, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷെങ്കിൽ എന്താ കർത്താവ് പറയുന്നത്? ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ രഹസ്യത്തിൽ ചെയ്യണം. പ്രിയമുള്ളവരെ, 3 ഡിസിപ്ലിൻസ് ഒന്ന് സമറൈസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഒന്ന് കൊടുക്കണം. ഗിവ് 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 ഇൻ സീക്രട്ട്. ഗിവ് ഇൻ സീക്രട്ട്. കൊടുക്കണം. നാം കൊടുക്കാൻ പഠിക്കണം. നമ്മുടെ അനുഗ്രഹം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ന് പലരും ദേ യൂസ് ദ അനാലജി ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്. നിങ്ങൾ 10 ഇട്ടാ 100 കിട്ടും. ഇതൊന്നും ബിബ്ലിക്കലല്ല കേട്ടോ. അതൊക്കെ ഗാംബ്ലിംഗ് എന്ന് പറയും. ഇതൊന്നും ബിബ്ലിക്കലല്ല. പക്ഷെങ്കിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. കർത്താവിനോട് യഥാർത്ഥമായി കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി കൊടുക്കുന്നവർ ഒരിക്കലും കർത്താവ് കൈവിടത്തൊന്നുമില്ല, മനസ്സിലായി? ഹി നോസ് ഹൗ ടു ബ്ലെസ് ഹിസ് ചിൽഡ്രൻ. അത് ദൈവത്തിൻ്റെ കണക്കനുസരിച്ചായിരിക്കുന്നത്, അല്ല മനുഷ്യരുടെ കണക്ക് പോലൊന്നുമല്ല. പക്ഷെ നമ്മൾ കൊടുക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ ആരും അറിയേണ്ട കാര്യമില്ല. ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയേണ്ട കാര്യമില്ല, അടുത്തുള്ളവർ അറിയേണ്ട കാര്യമില്ല, ഫോട്ടോ എടുത്തിടേണ്ട കാര്യമില്ല, ഒരു മനുഷ്യരും അറിയേണ്ട കാര്യമില്ല നമ്മൾ കൊടുക്കുമ്പോൾ. 2, പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? മോഡൽ ഓഫ് പ്രെയർ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. 3, ഉപവാസം. നമ്മുടെ ജഡത്തെ നമ്മൾ ക്രൂശിക്കണം. ഹൗ ഡു വി ക്രൂസിഫൈ ദ ഫ്ലഷ്? ഫാസ്റ്റിംഗ് ഇസ് എ മീൻസ് ഓഫ് ദാറ്റ് ഗ്രേസ്. അതൊരു മുഖാന്തരം എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ ഡെസ്റ്റിനി, അതല്ല അതിൻ്റെ അൾട്ടിമേറ്റ്, ബട്ട് ഇറ്റ്സ് എ മീൻസ്. അപ്പോൾ ഇതുവരെ ഫാസ്റ്റ് ചെയ്യാത്തവർ മേ ബി വൺസ് ഇൻ എ വൈൽ കർത്താവിൻ്റെ സന്നിധിയിൽ മേ ബി 10 hours, 5 hours, 8 hours, just spend time in his presence. Fasting. കർത്താവെ, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷെ ഞാൻ ഉപവസിക്കുക. എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജഡം മരിക്കണം. എനിക്ക് ഒരുപാട് സെൽഫിഷ് മോട്ടീവ്സും സെൽഫിഷ് താല്പര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഫാസ്റ്റ് ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു ഫൊർഗിവ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവ്, ഞാൻ ഉപവസിക്കാൻ പോവുക. അതിനുവേണ്ടി ഉപവസിക്കുക. അങ്ങനെ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് അതിനുള്ള തക്ക പ്രതിഫലം, ഹീ വിൽ റിവാർഡ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി തരും. അതുകൊണ്ട് ഈ 3 സീക്രട്ട് പ്ലേസ് ഡിസിപ്ലിൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ലോകം കാണേണ്ട കാര്യമില്ല, മനുഷ്യർ കാണേണ്ട കാര്യമേ ഇല്ല. ബട്ട് ഇൻ മൈ ലൈഫ്, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ 3 കൊടുക്കുക, ഗിവിങ്, പ്രേയിങ്, പ്രാർത്ഥിക്കുക, ആൻഡ് ഫാസ്റ്റിംഗ്, ഇതെല്ലാം ചെയ്യുമ്പോൾ ഓർക്കേണ്ട കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. യു ഹാവ് ടു ഫൊർഗിവ് അതേഴ്സ്. നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മക്കളാകാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ജൽപ്പനങ്ങളാണ്. ഓൾ യുവർ പ്രെയർ ഇസ് എ വേസ്റ്റ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫൊർഗിവ് യുവർ ബ്രദർ. ആട്ടെ, നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ 3 കാര്യങ്ങൾ അടിയൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, ആരും കാണാത്തപ്പോൾ കൊടുക്കാൻ, ആരും കാണാത്തപ്പോൾ പ്രാർത്ഥിപ്പാൻ, ആരും കാണാത്തപ്പോൾ ഉപവസിപ്പാൻ ഞങ്ങളെയൊക്കെ ഒരുക്കണം കർത്താവെ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രീതിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. രാത്രികളുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവുമായി സമയം ചെലവഴിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെയൊക്കെ യേശുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ സ്റ്റഡിയിൽ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.